മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ കൂടി ചേരുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കപ്പലിലെ കണ്ടെയ്നറുകൾ തീ പടരുകയാണ്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങൾ അയച്ചത് മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ്. ശ്രീനാഥ്, ഈ ഏറ്റവും ലേറ്റസ്റ്റായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? രാത്രി ദൃശ്യങ്ങൾ അതിന്റെ ഒരു ഭീകരത സൂചിപ്പിക്കുന്നുണ്ട്. കപ്പൽ രാവിലെ കണ്ട അവസ്ഥയിൽ നിന്ന് അതിവേഗം തീ ആളിപ്പടരുന്നതാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. ഏതാണ്ട് കപ്പലിലെ അവശേഷിക്കുന്ന കണ്ടെയ്നറുകളൊക്കെ തന്നെ കൂട്ടമായി കത്തി അമരാൻ സാധ്യതയുണ്ട് എന്നതാണ് ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. രാത്രി ഇനിയിപ്പോൾ തീ അണയ്ക്കുന്ന നടപടികളൊക്കെ തന്നെ അതിന്റെ വേഗം കുറയും എന്ന് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരുപക്ഷെ കാഴ്ചക്കാരെ നോക്കി നിൽക്കേണ്ടി വന്നേക്കും എന്നതുപോലും സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു അഗ്നിബാധ അത്രയധികം കണ്ടെയ്നറിൽ തീ പടർന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നത്. രാവിലെ അപ്പർ ഡെക്കിൽ മാത്രമായിരുന്നു തീ പിടിച്ചത്. അത് പിന്നീട് താഴത്തെ ഡെക്കിലേക്ക് കൂടി വ്യാപിക്കാനുള്ള സാധ്യത ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെടുമ്പോൾ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് കോസ്റ്റ് ഗാർഡിന്റെ വക്താവ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാവുന്നു, ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തേത് കറുത്ത പുക കാര്യമായി തന്നെ അത് രാസവസ്തുക്കളുള്ള വിഷമയമായ പുകയാണ്. ആ ഭാഗത്തേക്ക് ഈ തരത്തിൽ വിമാനങ്ങൾ എത്തിച്ച് അവിടെ നിരീക്ഷണം നടത്തുന്നതിനൊക്കെ തന്നെ വലിയ പ്രതിസന്ധി കോസ്റ്റ് ഗാർഡ് നേരിടുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ എയർക്രാഫ്റ്റുകൾ 2 ആദ്യഘട്ടത്തിൽ അവിടേക്ക് എത്തിയിരുന്നു. അവിടെ ഈ എയർക്രാഫ്റ്റുകളിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. പക്ഷെ അവർക്ക് പോലും അവിടെ അധിക നേരം ആ തരത്തിൽ പറന്ന് ഈ കപ്പലിനടുത്തേക്ക് എത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകൾ പ്രത്യേകിച്ച് ഈ ഫയർ ഫൈറ്റിംഗുമായി ബന്ധപ്പെട്ട് പൊല്യൂഷൻ കൺട്രോളുമായി മലിനീകരണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത 5 കപ്പലുകളാണ് രംഗത്തിറക്കിയത് എന്ന് കോസ്റ്റ് ഗാർഡ് പറയുന്നുണ്ട്. ഈ കപ്പലുകളൊക്കെ തന്നെ തുടർച്ചയായി ശ്രമിച്ചിട്ടും തീ കാര്യമായി അണയ്ക്കാൻ കഴിയുന്നില്ല എന്നത് ഒരുപക്ഷെ ആ കണ്ടെയ്നറുകൾക്കുള്ളിലുള്ള രാസവസ്തുക്കളുടെ സ്വഭാവം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഈ തരത്തിൽ കത്തിപ്പെടാൻ സാധ്യതയുള്ള രാസവസ്തുക്കൾ തന്നെയാണ് ആ കപ്പലിൽ ഉള്ളത് എന്നത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ആ തരത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഏതായാലും കപ്പൽ കമ്പനിയുമായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ഇപ്പോൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർക്ക് കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ് ഈ കണ്ടെയ്നറുകൾ ഉള്ളത് എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകണം എന്നത് തന്നെയാണ്. ഈ കണ്ടെയ്നറുകൾക്കുള്ളിലുള്ള വസ്തുക്കളുടെ സ്വഭാവം അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകണം. ഓരോ 2 മണിക്കൂറിലും ഈ കപ്പലിലെ അവസ്ഥയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകണം. മാത്രമല്ല കപ്പൽ കമ്പനിക്ക് ഈ കാര്യത്തിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഈ ഫയർ ഫൈറ്റിംഗുമായി ബന്ധപ്പെട്ട് അഗ്നിശമനവുമായി ബന്ധപ്പെട്ട് അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി അതിന്റെ നടപടിക്രമം പ്രകാരം ചെയ്യണമെന്നും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്നും ടെലിഫോണിൽ ചേർന്ന്. കൊളംബോയിൽ നിന്ന് നവി മുംബൈക്ക് പോയ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ഈ കപ്പലിലെ ദൃശ്യങ്ങൾ ഭീതിപ്പെടുത്തുന്നതാണ്. ഏറ്റവും ലേറ്റസ്റ്റായി വന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. ഈ കണ്ടെയ്നറുകളിൽ ഏറ്റവും ഈ പൊട്ടിത്തെറിക്കുന്ന വസ്തുക്കളൊക്കെ ഉണ്ടോ എന്ന സംശയം കൊണ്ട് രക്ഷാദൗത്യം കൂടുതൽ പ്രയാസകരമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്.